വൈദിക ജില്ലയുടെ പേരിൽ അനുമോദിക്കുന്നതിന്, ആശംസകൾ സമർപ്പിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മുടെ പള്ളി പൊറ്റയിൽ സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി എന്നാണ്. വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. കത്തോലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം സാർവത്രികം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ എല്ലാവരുടേതും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ പള്ളികളെല്ലാം ഒരു നാടിൻ്റെ, ഒരു ദേശത്തിൻ്റെ പള്ളിയാണ്, ദേവാലയമാണ്. ആ രീതിയിലാണ് നമ്മുടെ ദേവാലയം മുന്നോട്ട് പോവുക. ഇവിടെ പറഞ്ഞവരെല്ലാവരും പറഞ്ഞതിൻ്റെ ഒരു അരൂപിയിൽ ചിന്തിക്കുമ്പോൾ ഈ പ്രദേശത്തൊരു ഭൂമിശാസ്ത്രപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ പള്ളി കാരണം. ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് നല്ല ഒരു ഭൂമിശാസ്ത്രപരമായ മാറ്റം ഇവിടെയുണ്ട്. അതൊരു ദൈവാലയമാണ് ആ ഒരു മാറ്റം കൊണ്ടുവന്നതെന്നുള്ളതാണ് നമുക്കും നമ്മുടെ അയൽവാസികൾക്കും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ ആത്മീയമായ ആനന്ദം ഉളവാകുന്ന കാര്യം. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, വിശുദ്ധ കുർബാനയുടെ മറയിട്ട് രഹസ്യ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. പള്ളി പണിയുന്നത് ഇപ്പോൾ ഇവിടെ ഇടവക്കാരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, തലമുറകളോളം ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹം ലഭിക്കണം. അതാണ് ദേവാലയത്തിൻ്റെ ഉദ്ദേശം. ആ രഹസ്യ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ അല്പമായോ അധികമായോ വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഞാൻ ഓർമ്മിക്കുന്നു. ഇവിടെ ഏതച്ഛൻ കുർബാന ചൊല്ലിയാലും ഈ പ്രാർത്ഥന ചൊല്ലാതെ ബലിയർപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ള ഇടവക്കാരും മാത്രമല്ല, ഇവിടെ വരാനിരിക്കുന്ന തലമുറകളോളമുള്ള ആളുകളെ സമർപ്പിച്ചാണ് ഈ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ ഓരോ പുരോഹിതനും ബലിയർപ്പിക്കുക. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചാണോ പാടുന്നതെന്ന് എനിക്കറിയില്ല. ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോർ. കണ്ടോ, നമ്മളും ഈ പള്ളിയിൽ ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ ട്യൂണിൽ ലയിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന വിട്ടുപോകും. പക്ഷേ ദേവാലയ നിർമ്മിതിയിൽ ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഓർത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം എന്നുള്ളതാണ്. വീണ്ടും ഇത് ഇവിടെ എല്ലാവരും പറഞ്ഞു, മനോഹരമായൊരു ദേവാലയമാണ്, നല്ല പള്ളിയാണ്. ഞാനിവിടെ പല പ്രാവശ്യം വന്നു. ഇതിൻ്റെ പണിയിലൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, ഒരു പെർഫെക്ഷനുണ്ട്, നല്ല കാര്യം. ആളുകൾ ആരെയും ചോദിക്കുക, എന്തിനാ പള്ളി പണിതേ, എന്തിനാ ഈ പള്ളി, എന്തിനാ ഈ പള്ളി എന്ന് ആരെയും ചോദിച്ചൊരു ഉത്തരം വേണ്ടേ? എന്തിനാ പള്ളി? പ്രാർത്ഥിക്കാൻ. പള്ളി ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്. പള്ളി വന്ന് നമ്മൾ കുമ്പസാരിക്കും, പള്ളി വന്ന് നമ്മൾ കുർബാന സ്വീകരിക്കും. എന്നിട്ട് എന്താണ്, എന്തിനാ പള്ളി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇത് ദൈവാലയമാണ്. നമ്മൾ ദേവാലയമാകാനാണ് പള്ളി. അനുഗ്രഹീതമായ ഒരു നാളുകളിലാണ് ഈ പള്ളി കൂദാശ ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ കൂദോശീത്തോ ഞായറാഴ്ചയും കൂദോശീത്തോ ഞായറാഴ്ചയും സഭയുടെ വിശദീകരണവും സഭയുടെ നവീകരണവും നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ഞായറാഴ്ചകളായിരുന്നു. അപ്പോൾ സഭയുടെ നവീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ നവീകരണമാണ്, നമ്മൾ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. ആ രീതിയിൽ ഈ പള്ളി ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് നമ്മളെല്ലാവരും ദേവാലയങ്ങളായിട്ട് മാറണം. നമ്മളെല്ലാവരും ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ വളരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. അങ്ങനെ ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ മുന്നേറാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ വൈദിക ജില്ലയുടെ പേരിലുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് എനിക്കൊരു അപേക്ഷ ഇവിടെ വയ്ക്കാനുണ്ട്. നമ്മുടെ പള്ളി പ്രാർത്ഥിക്കാൻ മാത്രമുള്ള പള്ളിയല്ല, പ്രവർത്തിക്കാനും കൂടിയുള്ള പള്ളിയാണ്. നന്മ പ്രവർത്തിക്കാനുള്ള പള്ളിയാണ് നമ്മുടെ പള്ളി. നമ്മൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കും. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരു ഈശ്വരൻ്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കും. പ്രവർത്തിക്കണമെങ്കിൽ അതിന് രൂപതയ്ക്ക് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ പേരാണ്
ക്ഷേമ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. രൂപതയുടെ സാമൂഹ്യ ക്ഷേമത്തിലുള്ള ഔദ്യോഗികമായ സംഘടനയാണ്. ഈ പള്ളിയിൽ ഞാൻ മനസ്സിലാക്കുന്നു 10 അയൽക്കൂട്ടങ്ങളുണ്ട്. പള്ളി കൂദാശ കഴിഞ്ഞു. ഇനി ഈ 10 അയൽക്കൂട്ടങ്ങളും നമ്മുടെ രൂപതയുടെ ഔദ്യോഗികമായ സംഘടനയിൽ നിങ്ങളൊരു അഫിലിയേഷൻ എടുക്കണം. എന്നിട്ട് ഈ നാടിന് മുഴുവൻ നന്മ പ്രവർത്തിക്കണം. അത് പറയാൻ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് വികാരിയച്ഛൻ ഒട്ടും മുടക്കം കാണിക്കരുത്. ഇവിടെ മേഴ്സേച്ചിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. നമ്മുടെ രൂപതയുടെ ഉപവിപ്രവർത്തനങ്ങൾക്ക് കൂടെ ഈ ദേവാലയം വേദിയാകണം. അങ്ങനെ ഈ പള്ളി ഈ ദേശത്തിൻ്റെ ദേവാലയമായിട്ട് വളരണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും ദൈവാനുഗ്രഹം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.